വന്നൊരു കമൻറ്റ് എന്നെ ശരിക്കും ഒന്ന് ചിന്തിപ്പിച്ചു. അതായത് കുറച്ച് ദിവസമായിട്ട് സ്മൂത്തിയും ഓട്സ് റെസിപ്പീസൊക്കെ ആയിരുന്നു. അപ്പം പുള്ളിക്കാണെങ്കിൽ ദോശയും ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഇന്ന് രാവിലെ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ലക്ഷറീസ് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ആർഭാടായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലുള്ള പുറപ്പാടാണ്. ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നിയല്ല, തക്കാളി ചമ്മന്തിയാണ്. അതിൻ്റെ കൂടെ കേസരിയും കൂടി വെച്ചിട്ട് ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ മുമ്പ് എപ്പോഴോ ഒരു +1 +2 സമയത്തൊക്കെ ഏതോ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഈ ഒരു താലി ട്രൈ ചെയ്ത് നോക്കിയത്. അന്ന് ഞാൻ വടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വട ഉണ്ടാക്കാൻ വേണ്ടി ഉഴുന്നൊന്നും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വട നടന്നില്ല, ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. ഈ സാമ്പാറിൻ്റെ പുറകിലൊരു കഥയുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്ന് അമ്മ, അതായത് ചേട്ടൻ്റെ അമ്മ എല്ലാ ദിവസവും സാമ്പാറായിരിക്കും വീട്ടിൽ. മിക്ക ദിവസങ്ങളിലും നമുക്ക് ഇഡ്ഡലി അല്ലെങ്കിൽ ഈ ഉഴുന്ന ദോശ എന്നുള്ളൊരു സംഭവം വീട്ടിലെപ്പോഴും ഉണ്ടാവും. ഉഴുന്ന് അരച്ചിട്ടെങ്കിലും വീട്ടിലെന്തായാലും ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഞാൻ കാസർഗോഡുകാരിയാണ്. അപ്പോൾ അവിടെ ഈ ഉഴുന്ന് അരച്ചിട്ടുള്ള ദോശ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ. നമ്മൾക്ക് തേങ്ങയും പച്ചരിയും കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചൊരു ലൂസ് പരുവത്തിലുള്ള ആ ഒരു ദോശയാണ് നമുക്ക് മിക്കപ്പോഴും ഉണ്ടാവുക. അപ്പം ഉഴുന്ന ദോശ വെക്കുന്ന ദിവസങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വല്ലപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ നല്ല മൊരിഞ്ഞ ദോശയൊക്കെ ഉണ്ടാക്കി തരും, നേരുന്നതായിട്ട് ചുട്ടിട്ട് ചൂടോടെ ഉണ്ടാക്കി തരും. അപ്പം ഞാനും അനിയനും കൂടി അന്നൊരു മത്സരം, ആരാണ് ഏറ്റവും കൂടുതൽ ദോശ കഴിക്കുക എന്നുള്ളൊരു മത്സരം വെച്ച് അന്ന് 10-13 ദോശയൊക്കെ കഴിക്കും കേട്ടോ. ചൂടോടെ ചുട്ട് തരുമ്പോൾ ആ ഒരു ടേസ്റ്റിലങ്ങ് കഴിച്ചു പോവും. കല്യാണം കഴിഞ്ഞ ശേഷം എന്നും ഈ ദോശ ഇഡ്ഡലി ആയതുകൊണ്ട് ദോശ ഇഡ്ഡലി അങ്ങ് മടുത്തു എന്ന് തന്നെ പറയാം. വല്ലപ്പോഴും കഴിക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ കൂടെയുള്ളൊരു ഇഷ്ടവും അല്ലെങ്കിൽ ആ ഒരു നന്നായിട്ടുള്ള അതിൻ്റെ ടേസ്റ്റ് രുചിയൊക്കെ ആസ്വദിക്കാൻ പറ്റാം. അപ്പം കല്യാണത്തിന് ശേഷം ഒരിത്തിരി മടുത്തു പോയി ഞാൻ ഇത്. അപ്പം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് മാറിയ ശേഷം ഇപ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മൾ ഈ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. മിക്ക ദിവസവും ഇപ്പം ഡയറ്റിൻ്റെയും അതുപോലെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു 2-3 വീക്കായിട്ട് രാവിലെ ഓട്സും സ്മൂത്തീസൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കേസരീൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാമ്പാറിലേക്ക് വരുന്ന സമയത്ത്, നമ്മുടെ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് വല്ലപ്പോഴുമൊക്കെ ഈ സാമ്പാർ ഉണ്ടാക്കാറുള്ളൂ. സാമ്പാർ തന്നെ വറുത്തരച്ചിട്ടൊക്കെ ഉണ്ടാക്കാറ്. പൊടിയിട്ട സാമ്പാർ എൻ്റെ വീട്ടിൽ പൊതുവെ വെക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഒഴിച്ച് കറി എന്നുള്ള രീതിക്ക് സാമ്പാർ പരിപ്പിൻ്റെ കൂടെ തക്കാളിയോ അല്ലെങ്കിൽ വെള്ളരിക്കയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തേങ്ങയും ജീരകമൊക്കെ അരച്ച് കൂട്ടിയിട്ട് അങ്ങനെ ഒരു കറിയാണ് നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കുക. അപ്പോൾ കല്യാണത്തിന് ശേഷം ഒരു ദിവസം ഇതൊക്കെ ഉണ്ടാക്കി, ഈ ഒരു കറി ഞാൻ എല്ലാ ദിവസവും ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ വിഷുവിൻ്റെ സമയമൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു എന്നോട് എൻ്റെ കെട്ടിയവൻ ചോദിച്ചു, നിനക്ക് മറ്റേ സാമ്പാർ ഉണ്ടാക്കാൻ അറിയില്ലേ? അപ്പം ഞാൻ ചോദിച്ചു, ഏത് സാമ്പാർ? അല്ല, ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സാമ്പാർ. പുള്ളിക്കാരൻ ഉദ്ദേശിച്ച് നമ്മൾ ഒതൻറ്റിക് ആയിട്ടുള്ള സാമ്പാറിൻ്റെ ആണ്. അമ്മ മിക്കവാറും അത് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ്റെ അമ്മ മിക്കവാറും വീട്ടിലത് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഒരു പരീക്ഷണത്തിന് ഇറങ്ങി. സാമ്പാർ പൊടിയൊക്കെ വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാം എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു. അപ്പോൾ ആദ്യത്തെ 2-3 പ്രാവശ്യം ഞാൻ സാമ്പാർ ഇട്ടപ്പം ആ ഒരു നേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പൊടികളുടെ ആ ഒരു കറക്റ്റായിട്ടുള്ള അളവ് അറിയാത്തതുകൊണ്ട് സാമ്പാർ വലിയ കൊളായി എന്നല്ല, പക്ഷെ നല്ല ഒരു ഒതൻറ്റിക് ടേസ്റ്റ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നന്നാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ, പഠിച്ച് കിടങ്ങുമെന്നുള്ള വിശ്വാസത്തിൽ കുറേ യൂട്യൂബ് വീഡിയോസും കുറേ ബന്ധുക്കളോടൊക്കെ ചോദിച്ച് ഞാൻ അവസാനം ആ ഒരു റെസിപ്പി പഠിച്ചെടുത്തു. ഇതാണ് കേട്ടോ അത്. അതായത് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഒറ്റൽമുളകും സവോള ചെറുതായിട്ട് അരിഞ്ഞത്, സവോള അല്ലെങ്കിൽ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതിൻ്റെ കൂടെ ഒരു 2-3 വെളുത്തുള്ളി അലിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒരു ½ സ്പൂൺ, ഈ ഒരു പൊടികളുടെ അളവാണ് കേട്ടോ അതിൽ മുഖ്യം. അതായത് ഒരു ½ സ്പൂൺ മഞ്ഞൾപ്പൊടി, ½ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഒന്ന് പൊടികൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അത് പച്ചമണം മാറിയപ്പോൾ അതിലേക്ക് ഒരിത്തിരി പുളിവെള്ളം കൂടി ചേർത്ത ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അതിലേക്ക് കറിവേപ്പിലയും ഒരിത്തിരി കുരുമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഉപ്പ് ഞാൻ വേവിക്കുമ്പോൾ ഇടാറില്ല. വേവിക്കുമ്പോൾ ഉപ്പിട്ട സാമ്പാർ പരിപ്പ് വേവാത്ത പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇപ്പായിട്ട് സാമ്പാർ. ഒരു ഇത്തിരി മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പം ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല, ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്.
അങ്ങനെ സാമ്പാർ വെക്കേണ്ട രീതി പഠിച്ചെടുത്തപ്പോൾ ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയായി, രാത്രി ദോശയോ ഇഡ്ഡലിയോ മറ്റാണെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. ഈ ചമ്മന്തിൻ്റെ പുറകിലും ഒരു കാര്യമുണ്ട്. എനിക്ക് ഈ ഹോട്ടലിനൊക്കെ കിട്ടുന്ന ഈ ഓറഞ്ച് ചട്നി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ അരച്ചെടുക്കാറായിരുന്നു പതിവ്. പക്ഷേ ഉഴുന്നും കൂടി കൂട്ടിയിട്ട് ഈ സവാള തക്കാളിയും വഴറ്റുന്ന സമയത്ത് ഉഴുന്നും കൂടി ഇത്തിരി ചേർത്തിട്ട് വഴറ്റിയിട്ട് അത് അരച്ചെടുക്കുമ്പോൾ ആ ചമ്മന്തിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷം ഈ ഉഴുന്നും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കുക. കിഡ്ലൻ ടേസ്റ്റാണ്, ഒന്ന് ഉണ്ടാക്കി നോക്കൂ. സൈഡിൽ ഞാൻ ദോശ ചൂടാണ്, ഒരു ഇത്തിരി നെയ്യ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വീട്ടിൽ പശുക്കളുണ്ടാകുമ്പോൾ നെയ്യ് ഉണ്ടാക്കും. അപ്പോൾ ആ നെയ്യ് ഞാൻ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു വലിയ അളവിൽ നിറച്ചും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്കായി, ഇഡ്ഡലിയായി, സാമ്പാറായി, ചമ്മന്തിയായി, ദോശ അവസാനം ചുട്ടെടുത്തത് ആ ഒരു ചൂടോടെ മൊരിഞ്ഞ ദോശ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ദോശയും ചായയും കൂടി റെഡിയായി. ഞാൻ സെർവ് ചെയ്യേണ്ട പരിപാടി നോക്കുവാണ്. ഇതുണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് പുള്ളിക്കാരൻ കേസരി ഞാൻ എൻ്റെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഇടക്കിടക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസരി ഉണ്ടാക്കുമ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടാൻ ഞാൻ മറന്നുപോയി. ഇത്രയും വർഷമായി ഉണ്ടാക്കാത്ത, അതുകൊണ്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് കേസരി വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ആദ്യമായിട്ടാണെന്ന് പുള്ളി ഇന്നാണ് എന്നോട് പറഞ്ഞത്. നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ ചമ്മന്തിയും പുള്ളിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം റെഡി ആയിട്ടാകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഇത് സെർവ് ചെയ്യുമ്പം, ഇങ്ങനെ ഒരുമിച്ച് ഉണ്ടാക്കി കൊടുക്കുമ്പം. അല്ലെങ്കിൽ നമ്മളൊരു ഡിഷ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുന്ന ആളുടെ മുഖത്ത് ഒരു ചിരി, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചായ നന്നായിട്ട്, ഞാൻ ചായ അധികം കുടിക്കാറില്ല, പക്ഷെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് കഴിച്ചിട്ടുള്ള ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ നോക്കാം. പുള്ളി ഇത്തിരി ഓവർ ആക്കിയൊന്നൊരു സംശയമുണ്ട്. എന്നൊന്നുമില്ല, പൊരിഞ്ഞ ദോശ ഇങ്ങനെ മുറിച്ചിട്ട് സാമ്പാർ മുക്കിയിട്ട് അത്ര ഓവറാക്കണ്ട. ഇത് ഇത്തിരി ഓവറാണ്, എന്നാലും വല്ലപ്പോഴൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യട്ടോ.